ഓരോ ആക്ഷനും ഡിഫറെൻ്റ് ആണ്. ആക്ഷനിൽ തന്നെ ഒരുപാട് ടൈപ്പ് ഓഫ് ആക്ഷൻസ്. ഇപ്പം നമ്മൾ ഈ ക്രിട്ടിക്കൽ മാനേജ്മെൻറ്റിൽ എടുക്കുന്നത് ഇമ്മീഡിയറ്റ് ആക്ഷൻ അല്ലേ? അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ടൈംലി ആക്ഷൻസ്. ഈ ടൈംലി ആക്ഷൻസ് പല രൂപത്തിലുള്ള ടൈംലി ആക്ഷൻസ്. ഫോക്കസ്ഡ് ആക്ഷൻസ്. ഇപ്പോൾ നമ്മൾ ചിലത് വളരെ ആക്ഷൻ്റെ മുകളിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ്ഡ് ആണ്, വേറെ പണിയൊന്നും ഉണ്ടാവില്ല. കാരണം ഉദാഹരണം പറയും, ഒത്തിരി വർക്കുകളിൽ ഒരു ചെറിയൊരു കുഞ്ഞ് എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു ഭൂതക്കണ്ണാടി എടുത്തിട്ട് പഞ്ഞി കത്തിക്കാൻ വേണ്ടി സൂര്യനിൽ ഫോക്കസ് ചെയ്യുക, അതൊരു ആക്ഷനാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം സെക്കൻഡുകൾക്കുള്ളിൽ ഈ ഫോക്കസ് തെറ്റിപ്പോകും. അപ്പോൾ ഈ ഫോക്കസ് തെറ്റാതിരിക്കുന്ന ആ ആക്ഷൻ അതൊരു വളരെ ഫോക്കസ്ഡ് ആക്ഷനാണ് ശരിക്കും. അതിനിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ഇതിൻ്റെ ഫോക്കസ് തെറ്റിക്കഴിഞ്ഞാൽ ആക്ഷൻ റോങ് ആവും, അതിൻ്റെ റിസൾട്ട് കിട്ടില്ല, കത്തില്ല, പഞ്ഞി കത്തില്ല. അപ്പോൾ ടൈം, ഫോക്കസ്, അതേപോലെ തന്നെ കോൺസെൻട്രേഷൻ, ഇങ്ങനെ കുറേ സാധനങ്ങൾ ഒരുമിച്ച് വരുന്ന ആക്ഷൻസ്. ഡ്രൈവിംഗ് ഒക്കെ അതിൽ വരും. കാരണം അത് ടൈമിലി ആയിരിക്കണം. കാരണം നമ്മൾ ഓരോ നാട്ടിലും ഓരോ റോഡിനാണ്. ചില റോഡിൽ സ്പീഡ് കൂടിയാൽ പെനാൽറ്റി, ചില നാട്ടിൽ അതേ നാട്ടിൽ തന്നെ ചിലപ്പം ചില ട്രാക്കിലൊക്കെ സ്പീഡ് കുറഞ്ഞാൽ പെനാൽറ്റി ഉണ്ടാവും. സ്പീഡ് കുറഞ്ഞാൽ പെനാൽറ്റി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ അത്ഭുതപ്പെടും. അതെ, അങ്ങനെയുണ്ട്. ചില റോഡിൽ മിനിമം എത്ര കിലോമീറ്ററിൽ വേഗത മിനിമം പോയിരിക്കണം, അതിൽ കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പെനാൽറ്റി വരും. അപ്പോൾ അവിടെ എല്ലാം വേണം ശ്രദ്ധിക്കാൻ. സമയം വേണം, കോൺസെൻട്രേഷൻ വേണം, ഫോക്കസ്ഡ് വേണം. ഇതെല്ലാം ഒരു ആക്ഷനാണ്. ഫുഡിന്റെ വിഷയത്തിൽ എന്ത്, നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെന്നുള്ള ആക്ഷനാണ്. ഭക്ഷണം കഴിക്കുന്ന ആക്ഷനില്ലേ, ഇങ്ങനെ ഈ ആക്ഷന്റെ സെഗ്രിഗേഷൻ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ എക്സാമ്പിൾ പറയുന്നത് കേട്ടോ. ഫുഡ് കഴിക്കുന്ന ആക്ഷൻ എന്ന് പറയുമ്പോൾ കൈ കൊണ്ട് ഭക്ഷണം വായിലേക്ക് കൊണ്ടുപോകുമ്പോൾ വായ തുറക്കുന്നത് ഓട്ടോമാറ്റിക്കാണ്, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടൊക്കെ ഓട്ടോമാറ്റിക്കാണ്. കൈ ഭക്ഷണം എടുത്തു കഴിഞ്ഞാൽ കൈ ഭക്ഷണം കൊണ്ട് തലക്ക് മുകളിലേക്ക് പോകില്ല, മൂക്കിലേക്കും പോകില്ല, കണ്ണിലേക്കും പോകില്ല, പിന്നെ വേറെ എവിടെയെങ്കിലും പോകില്ല, എങ്ങോട്ടും പോകില്ല. ഇത് വായയിലേക്ക് പോവുക. ഓട്ടോ ആക്ഷൻസ് ആണ്. അപ്പൊ ഈ ഓട്ടോ ആക്ഷൻസ് അപ്പോൾ വായ തുറക്കും, അതൊരു ആക്ഷനാണത്. അത് ഇറക്കുക എന്നുള്ളതാണ്. ചവക്കാതെ ഇറക്കുന്നത് അതും ഓരോരുത്തരുടെ ശീലത്തിനനുസരിച്ച്, അത് ഹാബിറ്റ് ബേസ്ഡ് ആണ്. ചവക്കാതിരിക്കുന്നത് ഹാബിറ്റ് ബേസ്ഡ് ആണ്. കാരണം അതിനകത്ത് ഡെലിബറേറ്റ് അറ്റംപ്റ്റ് വേണം. ആക്ഷൻ ഡെലിബറേറ്റ് ആക്ഷനാണ്. മനുഷ്യ ശരീരത്തിന്റെ ഒരുപാട് ഏരിയകളിൽ ഓട്ടോ ആക്ഷൻസ്. ഇപ്പൊ കണ്ണിന്റെ ഇമ വെട്ടുന്നത് നമ്മൾ ഡെലിബറേറ്റ് ആയിട്ട് ചെയ്യിപ്പിക്കുന്നു വേണ്ടത്. അതിന് ടൈം പീരീഡിൽ അത് ചെയ്യണം. ഹൃദയം അടിക്കുന്നത്, അതിനൊക്കെ അത് സിസ്റ്റമൈസ്ഡ് ആക്ഷനാണ്. അതേപോലെ ഈ കണ്ണിന്റെ ഇമ വെട്ടിക്കൊണ്ടിരിക്കുന്നത്, അതിൻ്റെതായ ഒരു സമയമുണ്ട്. ആ സമയത്ത് അത് ചെയ്തുകൊണ്ടിരിക്കും, ഹാർട്ടിന്റെ ബ്രീറ്റ് പോലെ. അപ്പോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കും അതേപോലെ തന്നെ സിസ്റ്റമൈസ്ഡും ഒക്കെ ഡെലിബറേറ്റ് ആയിട്ടൊക്കെ ഉള്ള അതാണ്. അപ്പോ ഈ ആക്ഷനുകളൊക്കെ, ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ആക്ഷനുകളും മനുഷ്യ ശരീരത്തിൽ നടക്കുന്നതും മനുഷ്യന് പ്രവർത്തി കൊണ്ട് നടക്കുന്നതും ജീവിതത്തിൽ നടക്കേണ്ട. ഇപ്പോൾ ഒരാള് സ്കൂളിൽ പോയിട്ട് പരീക്ഷ എഴുതാറില്ല, പരീക്ഷ എഴുതാൻ കഴിയാത്ത കുട്ടിക്കാണല്ലോ നമ്മൾ സ്ക്രൈബ് വെച്ചിട്ട് എഴുതിപ്പിക്കുന്നത്. അപ്പം സപ്പോർട്ടിങ് ആണ് ആക്ഷനിൽ സപ്പോർട്ട് ആവശ്യമുള്ളത്. ആ ആക്ഷൻ പെർഫോം ചെയ്യാനും മറ്റൊരാളുടെ സപ്പോർട്ട് ആവശ്യമുണ്ട്. ക്രിക്കറ്റിലൊക്കെ റണ്ണർ വെക്കുന്നതാണ് ബാറ്റ്സ്മാൻ. അയാൾ തന്നെ ആയിരിക്കും പെർഫോം ചെയ്യുക, അയാൾക്ക് തന്നെ ആയിരിക്കും റിസൾട്ട്, എൻഡ് റിസൾട്ട് അയാളുടെ പേരിൽ തന്നെ ആയിരിക്കും. പക്ഷെ അയാൾ മറ്റൊരു സപ്പോർട്ട് സ്വീകരിക്കുന്നുണ്ടാവും. ഉദാഹരണത്തിന് പുസ്തകം എഴുത്തൊക്കെ കാണാം നിങ്ങൾ. പുസ്തകം എഴുതുന്ന ആളുകളെ ഒരുപക്ഷെ അവർ തന്നെ എഴുതണമെന്നില്ല, അവരൊരാളെ വെച്ചിട്ട് കണ്ടന്റ് കൊടുത്താൽ കണ്ടന്റിനെ എലാബറേറ്റ് ചെയ്ത് ഇവര് എഡിറ്റ് ചെയ്ത് നോക്കിയിട്ടായിരിക്കും പുസ്തകം പ്രിന്റ് ചെയ്യുന്നത്. അപ്പോൾ എഴുതാൻ വേറെ ഒരു കൂലി എഴുത്തുകാരുണ്ടാവും. അപ്പോൾ സപ്പോർട്ടീവ് ആയിട്ടുള്ള ആക്ഷൻസ് ആണ് പെയ്ഡ് ആക്ഷൻസ്. അപ്പോൾ അവരൊക്കെ കാശ് കൊടുക്കേണ്ടി, ചിലർക്ക് കാശ് കൊടുക്കാതെ ചെയ്യുന്നവരുണ്ടാവും. പേ ചെയ്തിട്ട് നമ്മളുടെ കാര്യങ്ങൾ നടത്താൻ വേണ്ടി നമ്മളുടെ പൈസ കൊടുത്ത് നിർത്തുന്ന ആളുകൾ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ഡിഫറെന്റ് ടൈപ്പ് ആയിട്ടുള്ള ആക്ഷൻസ് ഉണ്ട്. ഇതിൽ ഏറ്റവും അധികം രസം തോന്നുന്നത് റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ബാക്കിയുള്ള എല്ലാ ഓട്ടോ ആക്ഷൻസും സിസ്റ്റമൈസ്ഡ് ആക്ഷൻസും നമുക്ക് വലിയ റിസൾട്ടുകൾ ഉണ്ടാവില്ല. അതൊക്കെ സർവൈവൽ മാത്രം ഉണ്ടാവും. അപ്പം സർവൈവലിന് അപ്പുറത്തേക്ക് ഒരു സക്സസ് അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ്, ഒരു ഡെവലപ്മെന്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ
ഇത്തരത്തിലുള്ള ഓട്ടോ ആക്ഷൻസ് പോരാ, ഡെലിബറേറ്റ് ആയിട്ടുള്ള ആക്ഷൻസ് വേണം. തുറന്നു വെച്ചിരിക്കുന്ന ഒരു വാതിൽ, ഓട്ടോമാറ്റിക് ഡോർ ആണെങ്കിൽ തുറക്കും, ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ നിങ്ങൾ കൈ കൊടുത്ത് പ്രഷർ അപ്ലൈ ചെയ്ത് വാതിലിനെ തള്ളി തുറക്കണം. അവിടെ ഡെലിബറേറ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. ഇത് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഓട്ടോ ആക്ഷനും ഡെലിബറേറ്റ് ആയിട്ടുള്ള ആക്ഷനും പറഞ്ഞത്. അപ്പോൾ അവിടെ ആ മെഷീൻ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ചെയ്യേണ്ടി വരും. ഇനി ഇത് രണ്ട് ഓട്ടോമാറ്റിക് ഡോർ ഉണ്ട് അവിടെ. നിങ്ങളിതിന് മുമ്പിൽ വന്ന് നിന്നപ്പോൾ അത് തുറന്നു. ഇനി ഓട്ടോമാറ്റിക് അല്ലാത്ത ഡോറാണ്, അത് ലോക്കൊക്കെ അൺലോക്ക്ഡ് ആണ്, നിങ്ങൾ തള്ളിയേ തുറക്കും. ഈ രണ്ട് വാതിലിന്റെ മുമ്പിലായിരുന്നാലും നിങ്ങളിങ്ങനെ നിന്നതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ ഓട്ടോമാറ്റിക് ഡോർ ആണെങ്കിൽ തുറന്നാൽ നിങ്ങൾ മൂവ് ചെയ്ത് ഉള്ളിലേക്ക് കടക്കണം, അപ്പോഴാണ് അവിടെ ഡെലിബറേറ്റ് ആണ്. അപ്പോൾ എല്ലാ ഓട്ടോമാറ്റിക്കും കൂടെ എന്തെങ്കിലും ഒരു ഡെലിബറേറ്റ് സബായിട്ട് വരുന്ന കാണാം. അപ്പോൾ തുറന്നു കിടക്കുന്ന വാതിൽ നിങ്ങൾക്ക് തള്ളി തുറന്നിട്ട് വേണം, വാതിൽ ലോക്കില്ലാത്ത വാതിൽ തള്ളി തുറന്നെടുക്കാൻ, അതിന് തുറന്നു കിടക്കുന്ന നിങ്ങൾ തള്ളുക എന്നുള്ളത് ചെയ്യണം. ഞാൻ ഈ പറയുന്നത് ഒരുപാട് പ്രവൃത്തികൾ, ഒരുപാട് ആക്ഷൻസ്. അപ്പം ആക്ഷൻസിൽ മടി വന്നു കഴിഞ്ഞാൽ, ആക്ഷൻസിലൊക്കെ മടി വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആക്ഷൻസ് ഒക്കെ നടക്കും. ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ആക്ഷൻസ് നടക്കും. എത്രത്തോളം നടക്കും? ശരീരത്തിൽ വെള്ളം കുടിക്കുന്നതിന് മടിയാണെങ്കിൽ പിന്നെ ശരീരത്തിന്റെ സിസ്റ്റംസ് പ്രവർത്തിക്കാനുള്ള ആവശ്യമായ ഇന്ധനം കിട്ടാതെ പോകുമ്പം സിസ്റ്റം നിന്ന് പോകും. അപ്പോൾ വിശക്കാൻ തുടങ്ങുമ്പോൾ ഒരു പരിധി കഴിഞ്ഞാൽ മടി വിടും. അപ്പം അവിടെ സിസ്റ്റം റിക്വയർമെന്റ് ഉള്ളത് കൊണ്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി പോയി കഴിക്കും. വിശപ്പ് മാറിയ ഉടനെ വീട്ടിൽ വീണ്ടും ഒരു ഭക്ഷണം ഉണ്ടാക്കി പഠിച്ചാൽ ഇപ്പം മടിയനാണെങ്കിൽ വരില്ല, ആർത്തിയുള്ളവനാണെങ്കിൽ വരും. അപ്പോൾ ആർത്തി സിസ്റ്റവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ സർവൈവലിന് വേണ്ടിയുള്ള ഓട്ടോ ആക്ഷൻസും നമ്മളുടെ സക്സസിനും ഗ്രോത്തിനും വേണ്ടിയിട്ടുള്ള ഡെലിബറേറ്റ് ആയിട്ടുള്ള ആക്ഷൻസും ഡിഫറെൻ്റ് ആയിട്ട് വേർതിരിക്കാനാണ് ഈ ടൈപ്സിന് ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എക്സാമ്പിൾ എടുത്ത് പറയാൻ കാരണം. ഏതായാലും ഈ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഈ ഓൾ ദി വെരി ബെസ്റ്റ്. നിങ്ങളുടെ കമൻറ്റുകൾ യൂട്യൂബ് വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ എഴുതുക കേട്ടോ. ഒരു പോയിന്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ഫർദർ ഡിസ്കസ് ചെയ്യാൻ പറ്റും. താങ്ക് യു. ഗോഡ് ബ്ലെസ് ആൻഡ് ലവ് യു ആൾ.